ഇന്നിപ്പോൾ ഏറ്റവും അധികം കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ കമന്റ് ചെയ്തിരിക്കുന്ന വിഷയം പി.സി. ജോർജിന്റെ ഇന്നലെ ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഒരേ നീതി എല്ലാവർക്കും നടപ്പാക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിനെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. തിടുക്കപ്പെട്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ അത് പി.സി. ജോർജിന് രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയേക്കും. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, വിദ്വേഷ പരാമർശ കേസിൽ മുൻകൂർ ജാമ്യമില്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മുന്നിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അത് രാഷ്ട്രീയ നേട്ടമാക്കി മുതലെടുപ്പാക്കി പി.സി. ജോർജ് ഉപയോഗിച്ചേക്കുമെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ഇക്കാര്യങ്ങളൊന്നും പക്ഷേ പി.വി. അൻവറിനടക്കം ബാധകമായിരുന്നില്ല. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നു എന്ന് തന്നെ പറയാം. ജിൽസി, വിദ്വേഷ പരാമർശ കേസിൽ കോട്ടയം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം പി.സി. ജോർജിന് നിഷേധിച്ചിരുന്നു. ഇപ്പോൾ സാങ്കേതികപരമായും നിയമപരമായും പി.സി. ജോർജിന്റെ അറസ്റ്റിന് തടസ്സങ്ങളില്ല. പക്ഷേ പോലീസ് തിടുക്കപ്പെട്ട് അറസ്റ്റിലേക്ക് കടക്കില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ബലപ്രയോഗത്തിലൂടെ വീട് വളഞ്ഞോ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്താൽ അത് പി.സി. ജോർജിന് രാഷ്ട്രീയ നേട്ടമാകുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട് സർക്കാരിന്. അക്കാര്യത്തിൽ പോലീസിന് അതൊരു കൃത്യമായ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ പി.സി. ജോർജിന് നോട്ടീസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അതേസമയം പി.സി. ജോർജിന്റെ വാഹനവും മറ്റും പി.സി. ജോർജിന്റെ ഇരാറ്റുപേട്ടയിലെ വീട്ടിലുണ്ട്. പക്ഷേ പി.സി. ജോർജ് ഫോണിൽ ലഭ്യമാകുന്നില്ല. പി.സി. ജോർജ് വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. നേരത്തെ തിരുവനന്തപുരത്തുമുള്ള സമാനമായ കേസുകളിൽ പി.സി. ജോർജ് ഒളിവിൽ പോയ സാഹചര്യത്തിൽ വാഹനമൊക്കെയും വീട്ടിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനം വീട്ടിലുണ്ടായിരുന്നു. ആ സമയവും അദ്ദേഹം അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും പോലീസ് ബലപ്രയോഗത്തിലൂടെ ഉടൻ ഒരു അറസ്റ്റിലേക്ക് കടക്കില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന SDP ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് 10 മണിയോടുകൂടി മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റ് വേഗത്തിലാക്കണം, പി.സി. ജോർജിന്റെ അറസ്റ്റിൽ പോലീസും സർക്കാരും ഒത്തുകളിക്കുന്നുവെന്ന് ആരോപിച്ചാണ് SDP-യുടെ സമരം. നേരത്തെ പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി.സി. ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും ജാമ്യം ലഭിക്കുകയും അതോടൊപ്പം വീരോചിതമായ പി.സി. ജോർജിനെ തിരുവനന്തപുരത്തു നിന്നും മറ്റും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കോട്ടയത്തേക്കും ഈരാറ്റുപേട്ടയിലേക്കും എത്തുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു മുൻകാല അനുഭവമാണ് സർക്കാരിനെ ഈ നിലയ്ക്ക് ചിന്തിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായാൽ, പ്രത്യേകിച്ച് BJP-യുടെ നേതൃനിരയിലേക്കൊക്കെ എത്തിയതിനു ശേഷം പി.സി. ജോർജിന് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായ മൈലേജ് ഉണ്ടാക്കാൻ ഈ അറസ്റ്റ് ഗുണകരമാകരുത് എന്നൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് ഒഴിവാക്കുന്നത്. അതേസമയം തന്നെ വളരെ ഗൗരവ തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇന്നലെ ഹൈക്കോടതി ജാമ്യം കാരണം ഹൈക്കോടതി പോലും വളരെ ഗൗരവ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. പി.സി. ചെയ്ത കുറ്റത്തോട് ഒരിക്കലും യോജിച്ചു പോകാനോ സമരസപ്പെടാനോ കഴിയില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പിന്നീട് BJP-യിലേക്കുള്ള ഒരു കാര്യം, BJP-യുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിനെ വല്ലാതെ പ്രതിരോധിക്കാൻ BJP നേതാക്കളാരും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കുമെന്ന പേര് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഒരു ഉചിതമായ തീരുമാനമാണ് എന്ന് നമുക്ക് കരുതാനും കഴിയില്ല, അല്ലേ? തീർച്ചയായും ജിൽസി, ഇന്നലെ തന്നെ ഈ പി.സി. ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചതിന് പിന്നാലെ ജില്ലയിലെ മുതിർന്ന BJP നേതാക്കളുമൊക്കെയും തമ്മിൽ പി.സി. ജോർജുമായി ആശയവിനിമയം നടത്തി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അറസ്റ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP-യുടെ ഒരു നിലപാട് പോലീസ് അറസ്റ്റിന് നിന്നു കൊടുക്കേണ്ട, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ പോയി സറണ്ടർ ആകേണ്ട ആവശ്യമില്ല, പോലീസ് ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ, അത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാമെന്നൊരു നിലപാടാണ് BJP നേതാക്കളും നേതൃത്വവും പി.സി. ജോർജിനെ അറിയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെയുള്ള രാഷ്ട്രീയപരമായ ഒരു നീക്കമാണ് പി.സി. ജോർജ് ഈ കാര്യത്തിൽ നടത്തുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ജനുവരി 5 നടന്ന ചാനൽ ചർച്ചയിലാണ് വിവാദമായ പരാമർശം പി.സി. ജോർജ് നടത്തിയത്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. സംസ്ഥാനത്തുടനീളം 7ഓളം പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചു. ആദ്യഘട്ടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനുമൊക്കെയും ഏറെ കാലതാമസം വരുത്തിയത് ഏറെ വിമർശനം ഉയർത്തിയിരുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ്
യൂത്ത് ലീഗിന്റെ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കോട്ടയം സെഷൻസ് കോടതി 5 തവണയോളം ഈ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെക്കുകയും ഏറ്റവും ഒടുവിൽ ജാമ്യം നിഷേധിക്കുകയുമായിരുന്നു. പിന്നീടാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോഴും ഹൈക്കോടതി ഇന്നലെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു കാരണവശാലും 30 വർഷം പൊതുപ്രവർത്തന പാരമ്പര്യ രംഗത്തുള്ള പ്രവർത്തന രംഗത്തുള്ള ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് തുടരെ പി സി ജോർജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അറസ്റ്റ് അനിവാര്യമാണെന്നുള്ള നിർദ്ദേശമായിരുന്നു കോടതി നൽകിയത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് പി സി ജോർജിന് അറസ്റ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തുണ്ട്. ഈ ദിവസം തന്നെ ഇത്തരത്തിലൊരു പോലീസ് ആക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും ഈ പി സി ജോർജിനെ തിടുക്കപ്പെട്ട് ഇന്ന് അറസ്റ്റ് ചെയ്യാൻ ഇടയില്ല. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരിക്കും പോലീസ് നടത്തുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിൽസി.